നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഹയർ എഡ്യൂക്കേഷൻ ഓപ്ഷനെ കുറിച്ചാണ്. ഡിസൈനിങ് മേഖലയിൽ താല്പര്യമുള്ളവർക്കുള്ള ഒരു നല്ല തൊഴിൽ മേഖല ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നാണ് ഓർക്കുന്നത്. പലപ്പോഴും ഡിസൈനിങ്ങിലെ ഒരു ഡിഗ്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് BDIS എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്, ബാച്ചിലർ ഓഫ് ഡിസൈനിങ് എന്ന് പറയുന്ന കോഴ്സ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ ഫാഷൻ ഡിസൈൻ, ഫാഷൻ ടെക്നോളജി, അല്ലെങ്കിൽ ഇതൊരു ഫാഷൻ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ഏരിയയാണ് ഈ ഡിസൈനിങ് എന്ന് ഉള്ള ഒരു ധാരണ പലർക്കുമുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന ചെറിയ ടോയ്സ് മുതൽ കുട്ടികളുടെ കളിപ്പാവം മുതൽ വലിയ കാറുകളും അല്ലെങ്കിൽ വിമാനങ്ങളും വരെ ഡിസൈൻ ചെയ്യുന്നതിൽ ഒരു ഡിസൈനറുടെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഡിസൈനിങ് ഗ്രാജുവേറ്റിൻ്റെ ഒരു ലോജിക്ക് അല്ലെങ്കിൽ ബൗദ്ധികമായിട്ടുള്ള ഒരു അധ്വാനം അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പം നമ്മൾ കാണുന്നത് എന്തുമായിക്കോട്ടെ, അതൊരു കെട്ടിടമായിക്കോട്ടെ, ഒരു വാഹനമായിക്കോട്ടെ, ഒരു ചെറിയ ഉപകരണമായിക്കോട്ടെ, ഒരു മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, ഒരു വിമാനമായിക്കോട്ടെ, അങ്ങനെ ഏത് വസ്തുവിൻ്റെയും അതിൻ്റെ ആത്യന്തികമായി അതിൻ്റെ ഡിസൈൻ ഡെവലപ്പ് ചെയ്യുന്നതിനകത്ത് ഒരു BDIS മേഖലയിലുള്ള ഒരാളുടെ കഴിവ് അല്ലെങ്കിൽ ഒരു സ്കില്ല് ആവശ്യമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ BDIS എന്ന് പറയുന്ന പ്രോഗ്രാം ഫാഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം മാത്രമല്ല എന്നാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു വരുന്നത്. അതൊരു ഡിസൈനിങ് പെർസ്പെക്റ്റീവിൽ ഒരു മേഖലയാണ്, അത് വലിയൊരു തൊഴിൽ മേഖലയാണ്. അതിന് ഒരുപാട് മാനങ്ങളും ഡൈമെൻഷൻസും ഉണ്ട് എന്നുള്ളത് തുടക്കത്തിൽ തന്നെ പറയാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ആ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പലർക്കും ഒരു ധാരണയുണ്ട്, ദേശീയ തലത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് ഉള്ള എൻട്രി മാത്രമേ നമുക്ക് കിട്ടിയാലേ രക്ഷപ്പെടാൻ പറ്റൂ. ഫോർ എക്സാമ്പിൾ NIFT പോലെയുള്ള സ്ഥാപനങ്ങൾ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി പോലെയുള്ള സ്ഥാപനങ്ങളിൽ BDIS കോഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് പലർക്കും ഈ ഫാഷനുമായി ബന്ധപ്പെട്ട കോഴ്സാണിതെന്നൊരു തോന്നലുണ്ടായത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അപ്പോൾ ഈ ദേശീയ തലത്തിലുള്ള സ്ഥാപനങ്ങളിലൊന്നും നിഫ്റ്റിലൊന്നും എല്ലാവർക്കും അഡ്മിഷൻ കിട്ടണമെന്നില്ല. ഇവിടെയാണ് കേരളത്തിൽ ഒരു പിടി സ്ഥാപനങ്ങൾ ഈ BDIS പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ഡിസൈനിങ് കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇത് +2 കഴിഞ്ഞ് ഉടനെ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഡിസൈനിങ്ങിൽ, വരയ്ക്കുന്ന കാര്യത്തിൽ, ഡിസൈൻ രൂപം നൽകുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഒരു വസ്തു രൂപകൽപ്പന ചെയ്തെടുക്കാനായിട്ടൊക്കെ ഉള്ള ഒരു സ്കില്ല് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, ഒരു ഡിസൈനർ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു തൊഴിൽ മേഖലയാണ് ഈ ഒരു അവസരം. അപ്പോൾ ഇത് കേരളത്തിൽ തന്നെ ഒരു പിടി സ്ഥാപനങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ സമയം കൂടിയാണ് ഇപ്പോൾ. മെയ് മാസം വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയവുമുണ്ട്. അതുകൊണ്ട് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാം, ഏതൊക്കെ സ്ഥാപനങ്ങളാണുള്ളത്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഈ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈനിങ് മേഖലയിൽ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി എങ്കിൽ, തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ഒന്ന് കേട്ട് മനസ്സിലാക്കി ഈ കോഴ്സിന് വേണ്ടി ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. വൺസ് അഗെയിൻ വെൽക്കം back to this channel. ആമുഖത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ BDIS എന്ന് പറയുന്ന പ്രോഗ്രാം, ബാച്ചിലർ ഓഫ് ഡിസൈനിങ് എന്ന് പറയുന്ന പ്രോഗ്രാം ഒരു ഫാഷൻ റിലേറ്റഡ് പ്രോഗ്രാമേ അല്ല. അതിന് ഫാഷൻ മേഖലയുമായി ബന്ധമുണ്ട് എന്നുള്ളതൊഴിച്ചാൽ അത് മറ്റ് പല തൊഴിൽ മേഖല, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് പോലുള്ള മേഖലകളുമായി, ടെക്നോളജി ആയിട്ടുള്ള ബന്ധപ്പെട്ട മേഖലകളുമായി, ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട്, കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട്, ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട്, ഓട്ടോമൊബൈൽ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള മേഖലകളിൽ ആവശ്യമുള്ള ഒരു ഡൊമെയിനാണ് ഈ ബാച്ചിലർ ഓഫ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ഫാഷൻ മേഖലയുമായോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ മേഖലയുമായോ അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ്ങുമായോ മാത്രം ഒതുക്കി കാണരുത് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് തുടക്കത്തിൽ തന്നെ. അപ്പോൾ ഇത് വലിയ വിശാലമായൊരു മേഖല ആയതുകൊണ്ട് തന്നെ ഇതിൽ തൊഴിലവസരങ്ങളുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. ഇനിയുള്ള വർഷങ്ങളിൽ ഇത്തരം ഡിസൈനിങ് മേഖലകളിലെല്ലാം, പ്രത്യേകിച്ച് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലും, ആർക്കിടെക്ചറൽ ഇൻഡസ്ട്രിയിലും, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലും, മാനുഫാക്ചറിങ് സെഗ്മെൻറ്റിലും ഒക്കെ വലിയ അളവിൽ ഈ ഡിസൈനേഴ്സിനെ ആവശ്യമുണ്ട്. അത് എല്ലാ വെർട്ടിക്കൽസിലും അല്ലെങ്കിൽ സർവമാന മേഖലകളിലും ഈ അവസരങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒട്ടനവധി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ കേരളത്തിൽ കുറേയധികം സ്ഥാപനങ്ങൾ ഈ BDIS പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ നൽകുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ തുടക്കത്തിൽ തന്നെ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് KMCT ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമർജിംഗ് ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അത് കോഴിക്കോടുള്ളതാണ്. കോഴിക്കോട് മുക്കത്താണ് അവരുടെ ആ സ്ഥാപനമുള്ളത്. അത് ഒരു സ്വാശ്രയ സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഒരു സെൽഫ് ഫിനാൻസിങ് സ്ഥാപനമാണ്. 30 സീറ്റ് അവിടെ അവൈലബിൾ ആണ്. BDIS പ്രോഗ്രാം അവിടെ നമുക്ക് അവൈലബിൾ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം.
കോഴിക്കോട്ടെ ഈ ഒരു അവസരം കഴിഞ്ഞാൽ രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് തിരുവനന്തപുരത്ത് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കോളേജ് ഓഫ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന സ്ഥാപനം. അത് ഒരു സ്വകാര്യ സ്വാശ്രയ കോളേജാണ്. അതുകൊണ്ട് തന്നെ 60 സീറ്റോളം അവിടെ അവൈലബിൾ ആണ്. തിരുവനന്തപുരത്ത് ഉള്ള ഒരു ഓപ്ഷനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ആയിരിക്കും നല്ലത്. കോളേജ് ഓഫ് ആർക്കിടെക്ചർ അത് തിരുവനന്തപുരം മുളയറയിലാണ് ഉള്ളത് എന്ന് പ്രത്യേകം ഒന്ന് ഓർക്കുക. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എൻ്റെ സ്വന്തം നാടായ കോട്ടയത്ത് ഉള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കോട്ടയത്തെ വളരെ പ്രശസ്തമായ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് സെൻറ്റ് ഗീറ്റ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അവർക്ക് തന്നെ ഒരു അപ്ലൈഡ് സയൻസ് കോളേജ് ഉണ്ട്, ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ സെൻറ്റ് ഗീറ്റ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിനകത്ത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ എഞ്ചിനീയറിംഗ് കോളേജിൽ പാത്താമുട്ടം എന്ന് പറയുന്ന സ്ഥലമാണ്. കോട്ടയത്തിനടുത്ത് എൻ്റെ വീടിനൊക്കെ വളരെ അടുത്തുള്ള ഒരു പ്രദേശമാണ്. ചിങ്ങവനം അടുത്തുള്ള ഒരു സ്ഥലമാണ് പാത്താമുട്ടം. അപ്പോൾ കോട്ടയത്തുള്ള ചിങ്ങവനം അടുത്ത് പാത്താമുട്ടത്തുള്ള സെൻറ്റ് ഗീറ്റ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ 90 സീറ്റുകൾ ഉണ്ട്. അവിടെയും സ്വാശ്രയ പ്രോഗ്രാമായിട്ടാണ് നടത്തുന്നത്. അവിടെ 3 ഓപ്ഷൻസ് നമുക്കുണ്ട്. ഡിസൈനിൽ 30 വേക്കൻസീസ് ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ എന്ന് പറയുന്ന മേഖലയിൽ 30 സീറ്റുണ്ട്. അതുപോലെ ഇൻ്ററാക്ഷൻ ഡിസൈൻ എന്ന് പറയുന്ന മേഖലയിൽ 30 സീറ്റ്. അങ്ങനെ ടോട്ടൽ 90 സീറ്റുകളാണ് നമുക്ക് സെൻറ്റ് ഗീറ്റ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് തീർച്ചയായിട്ടും ഞാൻ പറയും. നാലാമത് ഞാൻ പറയുന്ന ഓപ്പർച്യൂണിറ്റി DC സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ. അത് തിരുവനന്തപുരത്ത് കിൻഫ്ര പാർക്ക് ക്യാമ്പസ്, അത് കഴക്കൂട്ടത്തുള്ള കിൻഫ്ര പാർക്കിൻ്റെ ക്യാമ്പസ് ഉണ്ട്. നമ്മളുടെ മാജിക് പ്ലാനറ്റ് ഒക്കെ ഉള്ളത് കിൻഫ്ര ക്യാമ്പസിലാണ്. DCക്ക് വലിയൊരു ക്യാമ്പസ് അവിടെ ഉള്ളിൽ തന്നെയുണ്ട്. നമ്മളുടെ ഒരുപാട് സ്ഥാപനങ്ങൾ ഉള്ള ഒരു ക്യാമ്പസ് തന്നെയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് DC സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ എന്ന് പറയുന്ന തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കിൻഫ്ര ക്യാമ്പസിൽ അവിടെ 30 സീറ്റ് ഉള്ള BDS പ്രോഗ്രാം അവൈലബിൾ ആണ്. അവിടെയും ഒരു സ്വാശ്രയ മോഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് തന്നെയാണ് എന്നുള്ളത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. അത് കൊല്ലത്ത് ചന്ദനത്തോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ഉള്ളത്. അത് ഗവൺമെൻറ് സീറ്റുകൾ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് സീറ്റുകളുമുണ്ട്. 30 സീറ്റുകളാണ് ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഉള്ള 5 അവസരങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഓരോ സ്ഥാപനങ്ങളുടെയും വെബ്സൈറ്റൊക്കെ നോക്കി മനസ്സിലാക്കി വേണം അപ്ലൈ ചെയ്യാൻ. അവിടുത്തെ സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ ഫീസ് എങ്ങനെയാണ്, അതുപോലെ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള സീറ്റുകൾ എത്രയുണ്ട് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാം. ഇനി അഡ്മിഷനെ കുറിച്ച് പറയുമ്പോൾ 2 രീതിയിലാണ് ഇവിടെ എല്ലാ അഡ്മിഷൻ നടക്കുന്നത്. ഒന്ന്, ഗവൺമെൻറ് അഡ്മിഷൻ നേരിട്ട് നടത്തുന്നതുണ്ട്. ഗവൺമെൻറ് സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ, അത് നിങ്ങളൊരു എൻട്രൻസ് ടെസ്റ്റ് എഴുതി ആ എൻട്രൻസിലെ മാർക്കും സ്കോറും ഒക്കെ അനുസരിച്ചായിരിക്കും ഗവൺമെൻറ് സീറ്റിലേക്ക് അഡ്മിഷൻ. രണ്ടാമത് മാനേജ്മെൻറ്റ് അഡ്മിഷൻ. അതത് മാനേജ്മെൻറ്റുകൾ ആണ് അതിൽ തീരുമാനിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ കോളേജിലേക്ക് അല്ലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാം. അതിനെ ബേസ് ചെയ്ത് അവരുടെ ഫീസ് സ്ട്രക്ചറൊക്കെ അവർ പറയും. നിങ്ങൾ അടിസ്ഥാന യോഗ്യത പരീക്ഷ എഴുതിയിട്ടുണ്ടായാൽ മതി, റാങ്ക് ഒന്നും പ്രശ്നമല്ല. അവർ പറയുന്ന നിശ്ചിത ഫീസ് കൊടുത്ത് നിങ്ങൾക്ക് ചേരാനായിട്ടുള്ള അവസരമുണ്ട്. അതേസമയം ഗവൺമെൻറ് സീറ്റിലാണെങ്കിൽ ഗവൺമെൻറ് നിശ്ചയിച്ച ഫീസുണ്ട്, അത് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. അത് വളരെ ചെറിയൊരു ഫീസായിരിക്കും. അതേസമയം അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള എൻട്രൻസ് എക്സാമിൽ നല്ല റാങ്ക് നേടാൻ സാധിക്കണം. ആ എൻട്രൻസ് ഏതാണെന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ തന്നെ ക്ലിയർ ആയിട്ട് പറയാം. അപ്പോൾ എലിജിബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 45% മാർക്കോടെ ഏതെങ്കിലും ഒരു +2 സബ്ജക്റ്റ് ഒരു സ്ട്രീം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതായത് സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഏതാണെങ്കിലും കുഴപ്പമില്ല, +2 കംപ്ലീറ്റ് ചെയ്തിരിക്കണം. 45% മാർക്ക് വേണം. അതിൽ സംവരണ വിഭാഗങ്ങൾക്ക് ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള സംവരണം ലഭിക്കും. അതായത് 40% മതിയായിരിക്കും. സംവരണ വിഭാഗങ്ങൾക്ക് 40% അല്ലെങ്കിൽ 45% വേണ്ടത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇനി സെലക്ഷൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ വ്യക്തമായിട്ടുള്ള മാനദണ്ഡം ഇങ്ങനെയാണ്. LBS സെൻറ്റർ നടത്തുന്ന ഒരു പരീക്ഷയുണ്ട്. ലാൽ ബഹദൂർ ശാസ്ത്രി സെൻറ്റർ നടത്തുന്ന ഒരു പരീക്ഷയുണ്ട്. KS DAT എന്ന് പറയുന്ന ഒരു പരീക്ഷ. കേരള സ്റ്റേറ്റ് ഡിസൈൻ ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് KSDAT, അതായത് KS DAT എന്ന് പറയും. അതിൻ്റെ റാങ്കിനെ ബേസ് ചെയ്തായിരിക്കും ഗവൺമെൻറ് സീറ്റുകളിലേക്കുള്ള സെലക്ഷൻ. അപ്പോൾ ഈ ടെസ്റ്റിൻ്റെ മാതൃക എങ്ങനെയാണെന്നും കൂടെ ഞാൻ പറയാം. 100 മിനിറ്റ് ടെസ്റ്റിൽ 100 ചോദ്യങ്ങൾ കാണും. ആ 100 ചോദ്യങ്ങളും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിന് 100 മാർക്കായിരിക്കും കൊടുക്കുക. അപ്പോൾ 100 മിനിറ്റ് ഉണ്ട്, 100 ചോദ്യങ്ങളുണ്ട്, 100 മാർക്കുണ്ട്. അപ്പോൾ അതിനകത്ത് സോഷ്യൽ ആൻഡ് ബേസിക് സയൻസിൽ 10 ചോദ്യം ഉണ്ടായിരിക്കും. അതിൽ ഒരു 10th സ്റ്റാൻഡേർഡിലെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ ഒരു
ജനറൽ നോളജുമായി ബേസ് ചെയ്ത് ഒരു 20 ചോദ്യം കാണും. ഇംഗ്ലീഷ് റിലേറ്റഡ് ഒരു 20 ചോദ്യം കാണും. അതുപോലെ തന്നെ അനലിറ്റിക്കൽ സ്കിൽസ് ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റിയുടെ ഒരു 20 ചോദ്യം കാണും. അതുപോലെ തന്നെ ഡിസൈൻ അവയർനെസ് അല്ലെങ്കിൽ ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു 30 ചോദ്യങ്ങൾ കാണും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിലുള്ളത്. ഈ ചോദ്യങ്ങളെല്ലാം ആ രീതിയിൽ ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. ഇതിൻ്റെ എക്സാം സെൻറ്റേഴ്സിനെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നീടുള്ള ഇൻഫർമേഷനിലൂടെ അവർ തരും. അപ്ലൈ ചെയ്തതിന് ശേഷം എങ്ങോട്ടാണ് എവിടെയൊക്കെ എക്സാം സെൻറ്റേഴ്സ് ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ പുറകെ അറിയിക്കുന്നതായിരിക്കും. ഗവൺമെൻറ് സീറ്റിലേക്കുള്ള അഡ്മിഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എക്സാമിലെ നിങ്ങളുടെ KSDAT എക്സാമിനകത്തെ നിങ്ങളുടെ പെർഫോമൻസിനെ അനുസരിച്ച് നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് തരികയായിരിക്കും. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഇത് അഡ്മിഷൻ എടുക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മളുടെ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രൊഫഷണൽ ബാച്ചിലേഴ്സ് ഡിഗ്രി പ്രോഗ്രാമുകൾക്കുള്ള സംവരണ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നവർക്ക് അതെല്ലാം ഇവിടെയും ലഭിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഒന്ന് മനസ്സിലാക്കുക. അപ്പം ഗവൺമെൻറ് സീറ്റുകളിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണോ പ്രൊഫഷണൽ കോളേജുകളിൽ അഡ്മിഷൻ, അതേ മാനദണ്ഡമായിരിക്കും ഗവൺമെൻറ് സീറ്റുകളിൽ ഇവിടെയും സ്വീകരിക്കുക എന്നുള്ളത് മനസ്സിലാക്കാം. മാനേജ്മെൻറ്റ് സീറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിസൈൻ റിലേറ്റഡ് നാഷണൽ ലെവൽ, സ്റ്റേറ്റ് ലെവൽ എൻട്രൻസ് എഴുതിയിട്ടുണ്ടായിരിക്കണം. അതിലൊന്ന് KSDAT ആണ്. അപ്പോൾ KSDAT എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലെ റാങ്ക് ബാധകമല്ല. എന്തിനു വേണ്ടി? മാനേജ്മെൻറ്റ് സീറ്റിൽ വേണ്ടി അഡ്മിഷൻ എടുക്കണമെങ്കിൽ. KSDAT പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് ഫീസ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ആ സീറ്റിലേക്ക് അഡ്മിഷൻ എടുക്കാം. അത് മറ്റ് എല്ലാ കോഴ്സുകളും പോലെ തന്നെയാണിത്. ഗവൺമെൻറ് സീറ്റിലേക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ടോപ്പ് റാങ്ക് അനുസരിച്ചായിരിക്കും, ആ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തായിരിക്കും അഡ്മിഷൻ. അതല്ല, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സീറ്റ് അതേ കോളേജുകളിൽ കുറേ അവൈലബിൾ ആയിട്ടുണ്ടാവുമല്ലോ, ആ സീറ്റിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത് ആ കോളേജ് നിശ്ചയിച്ച മാനദണ്ഡമായിരിക്കും. അവർ നിശ്ചയിച്ചിട്ടുള്ള ഫീസ് കൊടുക്കേണ്ടി വരും. അത് ഉയർന്ന ഫീസായിരിക്കും. പക്ഷേ അവിടെ നിങ്ങൾക്ക് എൻട്രൻസിൻ്റെ മാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ റാങ്ക് ബാധകമല്ല. അപ്പോൾ KSDAT ആകാം, അല്ലെങ്കിൽ NATA എന്ന് പറയുന്ന ഒരു സെൻട്രൽ ടെസ്റ്റ് ഉണ്ട്, UCED ഉണ്ട്, NIDDAT ഉണ്ട്, അല്ലെങ്കിൽ NIFT നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ചുരുക്കം പറഞ്ഞാൽ ഡിസൈനിങ്ങിലേക്ക് താല്പര്യമുള്ളവർക്കാണ് ഈ KSDAT ഞാനിപ്പോൾ ഈ പറഞ്ഞ ടെസ്റ്റ് എഴുതിയാൽ മതി, നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയായിട്ടുണ്ട്. ഇനി അപേക്ഷിക്കുന്നത് ആപ്ലിക്കേഷൻ എങ്ങനെ വേണം എന്നൊക്കെയുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. 2025-26 അതായത് ഈ വരുന്ന വർഷത്തേക്കുള്ള അഡ്മിഷൻ്റെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. അത് മെയ് 20 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്ന് പ്രത്യേകം ഓർക്കുക. മെയ് 20 വരെ അപേക്ഷാ ഫീസ് അടയ്ക്കാം. ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാനായിട്ടുള്ള സമയം മെയ് 20 വരെ ഉണ്ട്. അതേസമയം ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ മെയ് 22 വരെ സമയമുണ്ട്. അപ്പോൾ മെയ് 20 തീയതിക്കുള്ളിൽ എന്ത് ചെയ്യണം? ആപ്ലിക്കേഷൻ ഫീസ് പേ ചെയ്യുക. കാരണം അതിനുശേഷം ഫീസ് പേ ചെയ്യാൻ പറ്റില്ല. 20 തീയതിക്കുള്ളിൽ ഫീസ് പേ ചെയ്താൽ അപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ ചെയ്യാം. വേണമെങ്കിൽ 22 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പോൾ 22 തീയതിക്കുള്ളിൽ നിങ്ങൾ മെയ് 22, 2025 ഉള്ളിൽ അപ്ലൈ ചെയ്യുക. ഫീസ് അടയ്ക്കേണ്ടത് മെയ് 20, 2025 ഫീസ് അടയ്ക്കുക. ഇത് അപ്ലൈ ചെയ്യേണ്ടത് LBS സെൻറ്ററിൻ്റെ വെബ്സൈറ്റിലാണ്. lbscenter.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അതിൽ കയറി മെയ് 20 ഫീസ് അടയ്ക്കുക. മെയ് 22 ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള കാര്യം പ്രത്യേകം ഒന്ന് മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ പ്രോസ്പെക്ടസ് ഡീറ്റെയിൽസ് ഒക്കെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ഇതുമായി ബന്ധപ്പെട്ടത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിൽ കയറി ആ ഹെൽപ്പ് ലൈനിൽ നിങ്ങൾ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഏതായാലും ഡിസൈനിങ് ആപ്റ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തി, ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ, ഡിസൈനിങ് മേഖലയിൽ ഒരു ഡിഗ്രി പ്രോഗ്രാം നിങ്ങളുടെ സ്വപ്നമാണ് എങ്കിൽ, നാഷണൽ ലെവൽ ടെസ്റ്റുകൾ NIFTയിലൊന്നും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഒട്ടനവധി സീറ്റുകളുണ്ട്. നല്ല ഫ്രഷ് ആൻഡ് ഡൈനാമിക് കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഒട്ടനവധി തൊഴിലവസരങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലുള്ള ബാച്ചുകൾക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇനിയുള്ള വർഷങ്ങളിൽ അത് കൂടി വരാനും സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് BDIS എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ 5 കോളേജുകളിലെ ഒരു അഡ്മിഷൻ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ല ഒരു ഓപ്ഷൻ ആയിരിക്കും എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ ഇപ്പോൾ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് വീഡിയോയിലെ കോണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ബട്ടണൊക്കെ ഒന്ന് ഹിറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്ക് ഇത് ഉപകാരപ്പെടുന്ന ആരെങ്കിലും ഒരാളുണ്ട് എന്ന് തോന്നിയാൽ ഒട്ടും മടിക്കേണ്ട, അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപക്ഷെ നിങ്ങളിലൂടെ അവർക്കും ഇത് ഉപകാരപ്പെട്ടു എന്നിരിക്കും. Once again, thanks for watching this video and wish you all the best.